എല്ലാ സുഹൃത്തുക്കൾക്കും എജുഎംബർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പി എസ് സി കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശമേത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന സമത്വത്തിനുള്ള അവകാശമെന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ കിട്ടുന്നുണ്ടോ? ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. 2, 3, 4 ഓപ്ഷൻ സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമത്വവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18 എന്നിവയാണ് സമത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 15 ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്ത് നിരോധിക്കുന്നത്? ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 15 അനുസരിച്ച്. ഇനി സ്ഥാനപ്പേര് നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 16 അനുസരിച്ച്, ആർട്ടിക്കിൾ 18 അനുസരിച്ചാണ്. അപ്പോൾ ആർട്ടിക്കിൾ 18 അനുസരിച്ചാണ് സ്ഥാനപ്പേര് നിർത്തലാക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 15 അനുസരിച്ച് ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേര് നിർത്തലാക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള കാര്യങ്ങളാണ് സമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 15 ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേര് നിർത്തലാക്കുന്നു. ഇതിനകത്ത് പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസപരമായുള്ള ബഹുമതികളും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അതുപോലെ മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഇവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം അമേരിക്കയാണ്. അതുപോലെ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം എന്ന ആശയവും ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന ആശയം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന ആശയവും ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ആമുഖം, മൗലികാവകാശങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നീ ആശയങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ഭാഗം 3 എന്നതിനെപ്പറ്റി പറയുന്നു, മൗലികാവകാശത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗം 3 എന്നതിനെപ്പറ്റി പറയുന്നത് മൗലികാവകാശം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള വകുപ്പുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള വകുപ്പുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 12 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റിൻ്റെ നിർവചനമാണ്. സ്റ്റേറ്റിൻ്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. ആർട്ടിക്കിൾ 13 പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ആണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ആണ്. പിന്നെ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ പറയുന്നു. ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരായ അവകാശത്തെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെപ്പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിൾസാണ് ഇതിനെപ്പറ്റി പറയുന്നത്. മതസ്വാതന്ത്ര്യ അവകാശത്തെപ്പറ്റി പറയുന്നു. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25, 26, 27, 28 എന്നീ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 29, 30 പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെപ്പറ്റിയാണ് ആർട്ടിക്കിൾ 29, 30 പറയുന്നത്.
ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 32 ഇതിനെപ്പറ്റി പറയുന്നു, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഭാഗം 3 മൗലികാവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ നിർവചിക്കുന്നു. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്തുവാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ റൈറ്റ് ടു ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരായ അവകാശം. അതായത് ആർട്ടിക്കിൾ 23 എന്താണ്, അടിമത്തം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 എന്ത് നിരോധിക്കുന്നു, ബാലവില ഇല്ലാതാക്കുന്നു. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് എന്നതിനെപ്പറ്റി പറയുന്നത്, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശത്തെപ്പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 29 30 ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 29 30 പറയുന്നു. ആർട്ടിക്കിൾ 32 എന്നതിനെപ്പറ്റി പറയുന്നു, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇത്ര ഓക്കെയാണോ? ഓക്കെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആകെ എത്ര മൗലികാവകാശം ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആകെ എത്ര മൗലികാവകാശം ഉണ്ടായിരുന്നു? 7 മൗലികാവകാശമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ എത്ര മൗലികാവകാശമുണ്ട്? 6 എണ്ണമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആകെ 7 മൗലികാവകാശം അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ 6 മൗലികാവകാശമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏത് മൗലികാവകാശത്തെയാണ് നീക്കം ചെയ്തത്? ഏത് മൗലികാവകാശത്തെയാണ് നീക്കം ചെയ്തത്? സ്വത്തവകാശത്തെയാണ് നീക്കം ചെയ്തത്. സ്വത്തവകാശത്തെയാണ് നീക്കം ചെയ്തത്. ഓക്കെ. ഇനി മൗലികാവകാശങ്ങളുടെ കരരൂപം തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. മൗലികാവകാശങ്ങളുടെ കരരൂപം തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ് മൗലികാവകാശങ്ങളുടെ കരരൂപം തയ്യാറാക്കിയത്. അപ്പോൾ ആരാണ് മൗലികാവകാശത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ഇത് തയ്യാറാക്കുന്നത്. അങ്ങനെ ഏത് INC സമ്മേളനത്തിലാണ് ഈ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നത്? 1931 കറാച്ചി സമ്മേളനത്തിലാണ്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നത്? മൗലികാവകാശങ്ങളുടെ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ആ സമയത്ത് INC പ്രസിഡന്റ് ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു കറാച്ചി സമ്മേളനത്തിൽ INC പ്രസിഡന്റ് ആയത്. അദ്ദേഹമാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മൗലികാവകാശം ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മൗലികാവകാശം സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ കരടുരൂപം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. മൗലികാവകാശങ്ങളുടെ കരടുരൂപം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇത്ര ഓക്കെയാണോ? രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ആൻസർ പറഞ്ഞത്. 2ഉം 3ഉം. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കാരണം ദേശീയ അടിയന്തര സമയത്ത് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 44ാം ഭേദഗതിയാണ്, 42ാം ഭേദഗതി അല്ല. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം 44ാം ഭേദഗതി അനുസരിച്ചാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ 20 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി 52ാം ഭേദഗതി. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ കൂറുമാറ്റ നിരോധനം അല്ലെങ്കിൽ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട പട്ടിക ഏതാണ്? 10ാം പട്ടികയാണ്. ഏത് ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 52ാം ഭേദഗതിയാണ്. വർഷം 1985 1985 52ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ 52ാം ഭേദഗതി ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1985. എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതിയാണ് ഏത് ഭേദഗതി? 52ാം ഭേദഗതി 1985. ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ PM ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. ഒരു 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇത് പാസ്സാക്കിയത് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി പാസ്സാക്കിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1976 1976.
44 ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി ആണ്. അപ്പോൾ 44 ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആണ്. 44 ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു 44 ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 44 ഭേദഗതി പാസ്സാക്കപ്പെട്ടത് 1978-ലാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൊറാർജി ദേശായി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതിയാണ് 44 ഭേദഗതി. 44 ഭേദഗതിയാണ് മൗലികാവകാശത്തിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത്. ഈ 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ 42 ഭേദഗതി പാസ്സാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. 42 ഭേദഗതി പാസ്സാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതേസമയം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഇന്ത്യൻ 42 ഭേദഗതി പാസ്സാക്കിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇത്ര ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആരൊക്കെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ മലയാളി വനിതകൾ ആരൊക്കെയാണ്? അപ്പോൾ താഴെ പറയുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ? അക്കമ്മ ചെറിയാനാണോ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാശാനി വേലായുധൻ. ഇവർ ആരൊക്കെയായിരുന്നു ആ 3 മലയാളി വനിതകൾ? ആൻസർ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി 2, 3, 4. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാശായനി വേലായുധനാണ്. അക്കമ്മ ചെറിയൻ ഇല്ല. അത് തെറ്റായുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ 3 മലയാളി വനിതകൾ ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായനി വേലായുധൻ. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചു. അമ്മു സ്വാമിനാഥനും ദാക്ഷായനി വേലായുധനും മദ്രാസിനെയാണ് പ്രതിനിധീകരിച്ചത്. ഓക്കെ അല്ലേ? ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ 17 വനിതകളുണ്ടായിരുന്നു. ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ 17 വനിതകളുണ്ടായിരുന്നു. എന്നാൽ വിഭജന ശേഷം അതെന്തായിട്ട് മാറി? 2 പേര് കുറഞ്ഞു, 15 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര വനിതകളുണ്ട് എന്ന് ചോദിച്ചാൽ 17 വനിതകൾ. എന്നാൽ വിഭജന ശേഷം 15 അത് ചുരുങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ മലയാളികൾ എത്ര പേരാണ്? 17 പേരാണ്. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികളുണ്ട് എന്ന് ചോദിച്ചാൽ 17 മലയാളികളുണ്ടായിരുന്നു. അതിൽ എത്ര മലയാളി വനിതകളുണ്ട്? 3 മലയാളി വനിതകളുമുണ്ട്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 17, എത്ര മലയാളി വനിതകളെന്ന് ചോദിച്ചാൽ 3. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായനി വേലായുധൻ, ആനി മസ്ക്രീൻ. ഇത്ര ഓക്കെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത്? ഏത് വർഷമാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത്? 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. അപ്പോൾ 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ആദ്യ സമ്മേളനം ഏത് വർഷമാണ്? 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത് ഏത് വർഷമാണ്? 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഈ യോഗത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഈ യോഗത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ സച്ചിദാനന്ദ സിൻഹ. അങ്ങനെയാണ് സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 1946 ഡിസംബർ മാസം 11-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു? 207 പേർ പങ്കെടുത്തു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 207 പേരാണ് പങ്കെടുത്തത്. ഈ ആദ്യ യോഗത്തിൽ എത്ര വനിതകളുണ്ടായിരുന്നു? ആദ്യ യോഗത്തിൽ എത്ര വനിതകളുണ്ടായിരുന്നു ചോദിച്ചാൽ 9 വനിതകളുണ്ടായിരുന്നു. ഈ 7ഉം 2ഉം കൂടെ കൂട്ടിയാൽ മതി, 9 വനിതകളെന്ന് കിട്ടും. ഒരു കോഡാണ് കേട്ടോ. 7ഉം 2ഉം കൂടെ കൂട്ടുക 9. അപ്പോൾ 9 വനിതകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ 207 പേർ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ എത്ര വനിതകളുണ്ടായിരുന്നു ചോദിച്ചാൽ 9 വനിതകളുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആകെ വനിതകൾ എത്ര ആണെന്ന് ചോദിച്ചാൽ 17. വിഭജന ശേഷം അത് 15 മാറി.
ആകെ മലയാളികൾ 17. ആ 17 എത്ര മലയാളി വനിതകളുണ്ട്? 3 പേര്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സഭാ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത സിറ്റിംഗ് എപ്പോഴാണ് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇത് മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. സഭാ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത സിറ്റിംഗ് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്ന എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ അറിയാവോ? കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു CPO ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. CPOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി, അഡ്ജേൺമെൻറ്റ് സൈൻ ഡേ. ഓക്കെ, സഭാ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത സിറ്റിംഗ് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നതാണ് അഡ്ജേൺമെൻറ്റ് സൈൻ ഡേ എന്ന് പറയുന്നത്. ഓക്കെ. പാർലമെൻറ്റ് നിയമസഭാ സിറ്റിംഗ് നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുക എന്നാണ് അഡ്ജേൺമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അഡ്ജേൺമെൻറ്റ് എന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റ് നിയമസഭാ സിറ്റിംഗ് നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുന്നു. അതാണ് അഡ്ജേൺമെൻറ്റ്. അതായത് ഒരു യോഗം നടക്കുന്നു. ചിലപ്പോൾ ഒരാഴ്ച ആകാം, ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ ആകാം. ആ യോഗത്തിൽ ഒരു ദിവസം 2 സിറ്റിംഗ് വെച്ച് കാണും. മനസ്സിലായില്ലേ? ആ സിറ്റിംഗ് നിർത്തിവെക്കുന്ന സമയത്തെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് നിയമസഭാ സിറ്റിംഗ് നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അഡ്ജേൺമെൻറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ സഭാ അധ്യക്ഷനായിരിക്കും. ലോകസഭയിലാണെങ്കിൽ ലോകസഭാ അധ്യക്ഷനായ ആരാണ്? സ്പീക്കറാണ് അഡ്ജേൺമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ലോകസഭ അഡ്ജേൺമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സ്പീക്കർ ആണ്. ഇപ്പോൾ പാർലമെൻറ്റ് നിയമസഭാ സിറ്റിംഗ് നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുക എന്നാണ് അഡ്ജേൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഡ്ജേൺമെൻറ്റ് ചെയ്യുന്ന ആരാണ്? സഭാ അധ്യക്ഷനാണ്. അതുപോലെ എപ്പോഴാണ് സഭ വീണ്ടും സമ്മേളിക്കുന്നതെന്ന് സഭ നിർത്തിവെക്കുന്ന സമയത്ത് തന്നെ അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നു. എപ്പോഴാണ് സഭ വീണ്ടും സമ്മേളിക്കുന്നതെന്ന് സഭ നിർത്തിവെക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നതാണ് അഡ്ജേൺമെൻറ്റ്. ഓക്കെ. സഭയുടെ അടുത്ത സിറ്റിംഗ് എപ്പോഴാണെന്ന് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് സൈൻ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സിറ്റിംഗ് എപ്പോഴാണെന്ന് സഭാധ്യക്ഷൻ സൂചിപ്പിച്ച് അതെന്തായി? അഡ്ജേൺമെൻറ്റായി. ഇനി അടുത്ത സിറ്റിംഗ് എപ്പോഴാണ് സഭാധ്യക്ഷൻ സൂചിപ്പിക്കുന്നില്ല, അതിനെയാണ് വിളിക്കുന്ന പേരാണ് അഡ്ജേൺമെൻറ്റ് സൈൻ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് രണ്ടും ചെയ്യുന്ന ആരാണ്? അധ്യക്ഷനാണ്. ലോകസഭയാണെങ്കിൽ ലോകസഭാ അധ്യക്ഷൻ, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ. ഓക്കെ. രാജ്യസഭാ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭാ അധ്യക്ഷനാണ്, രാജ്യസഭ ചെയർമാനാണ്. ലോക്സഭാ അധ്യക്ഷനാണ് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാർത്ഥം അല്ലാത്തത് ഏത്? ഇവയിൽ ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാർത്ഥവും അല്ലാത്തത് ഏത്? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ ഉത്തരം? തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. തെറ്റായത് ഉത്തരം ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C. ബാക്കിയെല്ലാം മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത മൗലികാർത്ഥങ്ങളുടെ പട്ടികയിൽ നികുതി അടയ്ക്കാനുള്ള ചുമതല ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി മൗലികടമകൾ 8 ശുപാർശ ചെയ്തിരുന്നു. അതിൽ നികുതി അടയ്ക്കണമെന്നും ഒരു മൗലിക കർത്തവ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ C തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. വർഷം 1976 അങ്ങനെയാണെങ്കിൽ സ്വരൻ സിംഗ് കമ്മിറ്റി എത്ര മൗലിക കടമകളാണ് ശുപാർശ ചെയ്തത് എന്ന് ചോദിച്ചാൽ 8 മൗലിക കടമ ശുപാർശ ചെയ്തു. എന്നാൽ 10 ആദ്യം ഉൾപ്പെടുത്തി. അതിനുശേഷം 2002 86ാം ഭേദഗതി പ്രകാരം 11ാമത്തെ മൗലിക കടമയായിട്ട് എന്ത് ചേർത്തു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കൂടി ചേർക്കപ്പെട്ടു. അപ്പോൾ നിലവിൽ എത്ര മൗലിക കർത്തവ്യമുണ്ട് അല്ലെങ്കിൽ മൗലിക കടമയുണ്ടെന്ന് ചോദിച്ചാൽ 11 മൗലിക കർത്തവ്യം ഉണ്ടെന്ന് പറയാം. തുടക്കത്തിൽ 10, നിലവിൽ 11.
ഏത് ഭാഗത്തിലാണ് പറയുന്നത്? ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം? 4A. 4A ആർട്ടിക്കിൾ ഏതാണ്? 51A. ഓക്കെ, ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. മൗലിക കർത്തവ്യം ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 42ാം ഭേദഗതി വർഷം 1976. സ്വരാജ് കമ്മിറ്റി എത്ര മൗലിക കടമകളെയാണ് ശുപാർശ ചെയ്തത് എന്ന് ചോദിച്ചാൽ 8 മൗലിക കടമകളെയാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. നിലവിൽ എത്ര മൗലിക കടമയുണ്ട്? 11 മൗലിക കടമകളാണ് ഉള്ളത്. ഈ മൗലിക കർത്തവ്യം അല്ലെങ്കിൽ മൗലിക കടമ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം USSR ആണ്, അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണ്? USSR. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് USSR. അപ്പോൾ മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കർത്തവ്യം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? USSRൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? നിർദ്ദേശത്വം അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. ഒന്നുകൂടെ പറയാം, മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്ന്. മൗലിക കർത്തവ്യം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് USSRൽ നിന്ന്. നിർദ്ദേശത്വം അല്ലെങ്കിൽ DPSP എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.